കേരളത്തിൽ എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗൈഡ് ലൈൻ പ്രകാരം ആവശ്യമായ സ്ഥലം കണ്ടെത്തി നൽകിയിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ കെട്ടടങ്ങുമെന്നും കേരളത്തിൽ എയിംസ് വന്നിരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം പാവപ്പെട്ട തൊഴിലാളികളുടെ എയിംസായ കൊല്ലം ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തിയവരാണ് സർക്കാരെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊല്ലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിനിടെ എയിംസ് എവിടെയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. എയിംസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തുവെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. ഗൈഡ് ലൈൻ പ്രകാരം 4 ജില്ലകളിൽ സ്ഥലം കണ്ടെത്തണം. പക്ഷേ സംസ്ഥാന സർക്കാർ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിന്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനം എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി കോഴിക്കോടായാലും നമ്മൾ നോക്കാം, മലപ്പുറമാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ സപ്പിളാണ്. അപ്പോൾ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥല ലഭ്യത, അത് ഈ പറയുന്ന പാരാഫർണിയയിൽ അത് അതിൻ്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. ആലപ്പുഴയിൽ എയിംസ് വരണമെന്നത് തന്റെ നിലപാടാണ്. അവിടെ സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ തൃശ്ശൂരിലെങ്കിലും നേടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, അങ്ങനല്ലല്ലോ പറഞ്ഞു. ആലപ്പുഴയിൽ ഇത് വരണമെന്നത് നിലപാടാണ്. ആ നിലപാട് 2015 മുതലുള്ള നിലപാട്. എൻ്റെ വാക്കുകൾ നിങ്ങളെടുത്ത് നോക്കിക്കോ. ഈ കീറി മുറിച്ചും ചിലവർ തരും, അത് നോക്കരുത്. ഇന്നത്തെ കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും സ്ഥലം വാങ്ങിയെടുക്കണം. അവിടെയാണ് ഇത് വരേണ്ടത്. സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ കേരള. അതേസമയം എയിംസിനു വേണ്ടി വാദോരാതെ സംസാരിക്കുന്നവരാണ് കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തിയത്. ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇത് എന്നെ അതിശയിപ്പിച്ചത് ശ്രീമതി വീണ ജോർജിന്റെ ഒരു പത്രസമ്മേളനമാണ്. ഞങ്ങളിത് ജനുവരി 7-ാം തീയതിയേ അറിഞ്ഞുള്ളൂ. 19-ാം തീയതി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ESI ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ ട്രാൻസ്ഫർ ആയി വന്നതും പോയവരുമായ എത്രയോ പേരുടെ അടുത്ത് ഈ വിഷയം 2017 മുതൽ ഉന്നയിക്കുന്നു. ഇത് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു നോമിനേറ്റഡ് രാജ്യസഭാ MP ഇത് അറിയാമായിരുന്നു. ആ കാലത്ത് അയാളുടെ കഴിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് സാധ്യമാക്കാൻ ശ്രമിച്ചു. പക്ഷെ കേരള സർക്കാർ ഇത് അറിഞ്ഞേയില്ല. ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഇത് അറിഞ്ഞതേയില്ല. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാന സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളണമെന്നും കേന്ദ്ര പദ്ധതികളെ അട്ടിമറിക്കരുതെന്നും കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചു. ജനം, കൊല്ലം.